ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എന്ന സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നോർത്തും ജോഹാനും ഹഗ് ചെയ്ത് കിടന്നുറങ്ങുന്നതാണ്. ആ സമയം ഹില്ല് ജോഹാനെ കോൾ ചെയ്യാണ്. നോർത്ത് ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹില്ലപ്പോൾ ജോഹാൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നോർത്ത് ജോഹാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ എഴുന്നേപ്പിച്ച് അവൻ്റെ ഫോൺ കൊടുക്കാൻ ഹില്ല് പറയാണ്. നോർത്ത് ജോഹാനെ വിളിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല. നോർത്ത് അത് ഹില്ലിനോട് പറയുമ്പോൾ ഹില്ല് അവനോട് ഫോൺ സ്പീക്കറിലിട്ടോ ജോഹാൻ ഞാൻ പറയുന്നത് കേട്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ സ്പീക്കർ കോൾ ആക്കിയതും ഹില്ല് ജോഹാനോട് സംസാരിക്കുകയാണ്. ജോഹാൻ ഓൾറെഡി എഴുന്നേറ്റായിരുന്നു. ഹില്ല് ജോഹാനോട് നീ നോർത്തുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലോ, വേഗം റെഡി ക്ലാസ്സിൽ വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ താൻ വരുന്നില്ല എന്ന് മറുപടി കൊടുത്തപ്പോൾ ഹില്ല് നിനക്ക് വേണ്ടിയുള്ള വർക്ക്ഷീറ്റ് ഇനി ഞാൻ ഒരിക്കലും എടുത്തു വയ്ക്കൂല, അതുകൊണ്ട് വേഗം ക്ലാസ്സിൽ വരാനായിട്ട് പറയാണ്. ജോഹാൻ അതിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ടാക്കിയിട്ട് വീണ്ടും ഉറങ്ങാണ്. നോർത്ത് അപ്പോൾ എഴുന്നേറ്റ് റെഡിയാവാൻ പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നിട്ട് എഴുന്നേക്കാമെന്ന് പറഞ്ഞ് നോർത്തിനെ ഹഗ് ചെയ്ത് ജോഹാൻ ബെഡിൽ കിടക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന നോർത്തും നാവോയും പിന്നെ അവരുടെ 2 ഫ്രണ്ട്സും കൂടി ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ട് വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നാവോയ്ക്കും അവൻ്റെ മറ്റൊരു ഫ്രണ്ടിനും കൂടെ ആയിട്ട് ടീമിൽ ജോയിൻ ചെയ്യാനുള്ള സെലക്ഷൻ നടക്കുവാണ്. അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ വേഗം അകത്തേക്ക് ചെല്ലുന്നുണ്ട്. നോർത്ത് അവിടെ വെച്ച് ആർത്തിഡിനെ കണ്ടിട്ട് അവനോട് സംസാരിക്കുകയാണ്. ആർത്തിഡ് നോർത്തിനോട് നീ സെലക്ഷന് വേണ്ടി വന്നതാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കൂടെ വന്നതെന്ന് പറയുന്നുണ്ട്. ആർത്തിഡ് ആ സമയം എന്തോ ആലോചിച്ചിട്ട് നോർത്തിൻ്റെ അടുത്ത് നമുക്കൊരു സെൽഫി എടുത്താലും ചോദിക്കുകയാണ്. നോർത്ത് സമ്മതിക്കുകയും അവർ സെൽഫി എടുക്കുകയും ചെയ്യുകയാണ്. ആർത്തിഡ് എന്നിട്ട് ഞാൻ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തോട്ടെ, നിൻ്റെ ഇൻസ്റ്റ തരാവോ, എങ്കിൽ ഞാൻ നിന്നെ ടാഗ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നോർത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർത്ത് നാവോയുടെ അടുത്തേക്ക് പോവുകയാണ്. ആർത്തിഡ് ആ സമയം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ്. ജോഹാനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആർത്തിഡ് ഇങ്ങനെ ചെയ്യുന്നത്. അത് വർക്കാവുന്നതുകൊണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ജോഹാൻ ആർത്തിനെ കോൾ ചെയ്തിട്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറയാണ്. ആർത്തിൻ്റെ അപ്പോൾ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ നീ എനിക്ക് അതിന് പകരമായിട്ട് ഒരു 2000 രൂപ തരണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട ഒരു 20,000, അതും വേണ്ട ഒരു 2 ലക്ഷം രൂപ തരാൻ പറയാണ്. ജോഹാനപ്പോൾ ഈ കാര്യവും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനാണ് നോക്കുന്നത്. അല്ല, നോർത്ത് എവിടെയാ, അവനവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ജോഹാനപ്പോൾ നോർത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അയക്കാനായിട്ട് പറയാണ്. ആർത്തിഡ് അതിന് ഓരോ ഫോട്ടോയ്ക്കും എനിക്ക് 2000 രൂപ വെച്ച് നീ തരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ആ സമ്മതിക്കുന്നുമുണ്ട്. എന്നിട്ട് അവർ കോള് കട്ട് ചെയ്യാണ്. നോർത്ത് ഇതേ സമയം നാവോയൊക്കെ സെലക്ഷന് വേണ്ടിയിട്ട് റെഡിയാവുന്നത് കണ്ടിട്ട് നാവോയോട് നിൻ്റെ ബ്രദർ ബോസ്റ്റണിലല്ലേ ഉള്ളത്, ജോഹാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ബോസ്റ്റണിലേക്ക് പോവാണ്, ബോസ്റ്റണും ഇവിടെയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. നാവോ അതിന് 11 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ നീയാണെങ്കിൽ നിൻ്റെ ബ്രദറിനെ കോൾ ചെയ്യുന്ന ടൈമിന് അവിടെ അവൻ ഉറങ്ങുന്ന ടൈമായിരിക്കത്തില്ലേ, നീ നിൻ്റെ ബ്രദറിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. നാവോ അപ്പോൾ ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഞാൻ അവനെ ബോസ്റ്റണിൽ പോയി കാണാനിരിക്കുകയാണ്, അതിൻ്റെ ക്യാഷൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ, ഉടനെ ഒന്നും പോകുമെന്ന് തോന്നുന്നില്ല, പിന്നെ ഇതിനു മുമ്പ് ഞാനൊറ്റയ്ക്ക് അബ്രോഡൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ നീ പോകുന്ന സമയത്ത് ടൈഗറിനെയും കൂടെ വിളിക്കാൻ പറയാണ്. നാവോ അപ്പോൾ ഞാനവനെ ഓൾറെഡി വിളിച്ചതാ, പക്ഷേ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട് നോർത്തും ബാക്കി ഫ്രണ്ട്സും ഷോക്കാകുന്നുണ്ട്. കാരണം ടൈഗർ നാവോയോട് നോ പറയാറില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും നാവോയോട് ഒന്നുകൂടെ ടൈഗറിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുക, ഒരു പക്ഷേ അവനാണെങ്കിൽ നീ ഫസ്റ്റ് ചോദിച്ചത് വെറുതെ ഒരു മര്യാദയ്ക്ക് പുറത്ത് ചോദിച്ചതായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും അവൻ നോ പറഞ്ഞത്, നീ ഒരിക്കൽ കൂടെ ചോദിക്കാനേ പറയുന്നുണ്ട്. നാവോ സമ്മതിക്കുന്നുണ്ട്. ആ സമയമാണ് നോർത്തിന് ജോഹാൻ്റെ അസിസ്റ്റൻറ്റ് പ്രാങ്ക് മെസ്സേജ് അയച്ചിട്ട് നീ എവിടെയാ, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, ജോഹാൻ എന്നോട് നിന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാണ്. നോർത്ത് താൻ കോർട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഡോക്ടറിനെ കാണാൻ പോവാണെന്ന് ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ ഫ്രണ്ടിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തേക്കിറങ്ങുന്ന ടൈമിന് പ്രാങ്ക് അവളുടെ കാറിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൻ കാറിൽ കയറി ഇരിക്കുന്നതും പ്രാങ്കാണെങ്കിൽ ജോഹാനാണെങ്കിൽ ബോസ്റ്റണിലേക്ക് പോകുന്ന കാര്യം നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ അറിഞ്ഞു എന്ന് പറയാണ്. ആ സമയം പ്രാങ്കാണെങ്കിൽ അത് ആക്ച്വലി വലിയൊരു ഡീലാണ്, അവനിപ്പോൾ ഒത്തിരി ഇടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ജോഹാൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു അവനാണെങ്കിൽ കോളേജിലെ പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി കഴിയുന്നതും കമ്പനി ഏറ്റെടുക്കണമെന്ന്. അവൻ ഈ ഒരു ഏജിൽ തന്നെ വർക്കും പഠിത്തവും എല്ലാം കൂടെ കൊണ്ട് ഒത്തിരി സ്ട്രെസ് എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, റീസൺ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ അവൻ ഭയങ്കര കംഫർട്ടാണെന്ന്, അതുകൊണ്ട് തന്നെ നീ അവൻ്റെ കൂടെ ഉള്ളതിൽ ഞാനും ഭയങ്കര സമാധാനത്തിലാന്ന് പറഞ്ഞിട്ട് പ്രാങ്കാണെങ്കിൽ കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജോഹാനും കോളേജിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഓൾറെഡി മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം പ്രാങ്ക് എൻ്റെ കയ്യിൽ കുടയില്ലാന്ന് പറഞ്ഞപ്പോൾ നോർത്ത് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് ഓടിപ്പൊക്കോളാന്ന് പറയുന്നുണ്ട്. ആ സമയം പ്രാങ്ക് എൻ്റെ ജാക്കറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നോർത്ത് താങ്ക്സും പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ കുറച്ച് നനങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവൻ നേരെ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെയും സെലക്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നത്. ഹില്ല് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹില്ലിനെ കണ്ടിട്ട് ജോഹാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജോഹാനാണെങ്കിൽ അവിടെ മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്റ്റേഡിയം പോലത്തെ ഏരിയ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
അങ്ങനെ അത് കാണിച്ചു കൊടുത്തിട്ട് നോർത്ത് അങ്ങോട്ടേ ചെല്ലുമ്പോൾ നമ്മുടെ ജോഹാൻ കിടന്നുറങ്ങുവാണ്. തൊട്ടടുത്ത് തോൺഫ ഇരിപ്പുണ്ട്. തോൺഫ ആണെങ്കിൽ അവനെ എഴുന്നേൽപ്പിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നോർത്ത് അവൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ സമയമാണ് ആർത്തിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. ആർത്തിഡ് വന്നുടനെ തന്നെ തോൺഫയുടെ അടുത്ത് ജോഹാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക, അവൻ എനിക്കൊരു 15,000 രൂപ തരാനുണ്ടെന്ന് പറയാണ്. ആ പൈസ നമ്മുടെ നോർത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഇവന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തോൺഫയാണെങ്കിൽ 15,000 രൂപ അവൻ നിനക്ക് തരാണ്ടെന്നു. എന്ത് കാര്യത്തിനാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം അതൊരു സീക്രട്ടാണെന്ന് നമ്മുടെ ആർത്തിഡ് പറയുന്നുണ്ട്. നോർത്തും ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം ജോഹാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ജോഹാൻ എഴുന്നേൽക്കാണ്. ആ സമയമാണ് നോർത്ത് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കാണുന്നതും നോർത്ത് നനഞ്ഞിരിക്കുന്നത് കാണുന്നതും. ആ സമയമാണ് പുറത്ത് മഴ പെയ്തെന്നുള്ള കാര്യം ജോഹാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നോർത്തിനോട് നിന്നോട് ആരാ മഴയത്ത് ഇറങ്ങാൻ പറഞ്ഞ് നിനക്ക് വയ്യാതാവത്തില്ലെന്ന് ചോദിച്ചപ്പോൾ നോർത്ത് എനിക്ക് അത്ര പെട്ടെന്നൊന്നും വയ്യാതാവത്തില്ല എന്ന് പറയുന്നുണ്ട്. ജോഹാൻ ഉടനെ തന്നെ അവൻ്റെ ഒരു ടവൽ എടുത്തിട്ട് നമ്മുടെ നോർത്തിൻ്റെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ജാക്കറ്റ് എടുത്ത് പിന്നെ കൊടുക്കുന്നുണ്ട്. ആ സമയം ആർത്തിഡ് എന്നെ പൈസ തരാനായി പറയുന്നുണ്ട്. ജോഹാനപ്പോൾ എന്തിൻ്റെ പൈസ എന്ന് വെച്ചപ്പോൾ ഫോട്ടോൻ്റെ പൈസ എന്ന് പറയാണ്. ആ സമയം ജോഹാനാണെങ്കിൽ ക്ലിയർ ഇല്ലാത്ത കുറേ ഫോട്ടോ എടുത്ത് അയച്ചിട്ട് പൈസ എവിടെ നിന്നാണോ നീ പറയുന്നതെന്ന് വെച്ചപ്പോൾ ആർത്തിഡ് നിനക്കല്ലേ ഫോട്ടോ എന്ന് പറയാൻ മര്യാദയ്ക്ക് പൈസ അയച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ പൈസ അയച്ചു കൊടുക്കുകയാണ്. ആ സമയം ആർത്തിഡ് ആദ്യമേ അങ്ങ് തന്നാൽ പോരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹില്ല് നിന്നെ വിളിക്കുകയാണ്, ചെല്ലാൻ പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജേഴ്സി എടുത്ത് ആർത്തിഡിൻ്റെ കൈ കൊടുത്തിട്ട് നീ പോകാനായിട്ട് പറയുന്നുണ്ട്. ആർത്തിഡ് അപ്പോൾ ഞാൻ മഴയത്ത് നനഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ നീ പോകാനായി പറയുന്നുണ്ട്. എന്നാൽ ജോഹാനാണെങ്കിൽ നോർത്തിനെ ഹഗ് ചെയ്ത് ഇരുന്നിട്ട് പോവാതിരിക്കുന്നുണ്ട്. അങ്ങനെ ആർത്തിഡ് അവിടെ വെച്ചിട്ട് ആ ഇട്ടേക്കുന്ന ആ ഷർട്ട് മാറ്റിയിട്ട് ഇവൻ്റെ ജേഴ്സി ഇടാണ്. നോർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോർത്ത് ആർത്തിഡിൻ്റെ സിക്സ് പാക്കൊക്കെ കണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കാതിരിക്കാനായിട്ട് ജോഹാൻ നോർത്തിനെ അവൻ്റെ ഡയറക്ഷനിലേക്ക് നീക്കുവാണ്. അങ്ങനെ അതിനുശേഷം ആർത്തിഡ് നേരെ ഹില്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹില്ല് അല്ല ജോഹാൻ വരുന്നില്ലേ നോക്കുന്ന സമയത്ത് ആർത്തിഡാണെങ്കിൽ ജോഹാൻ മുകളിലിരിക്കുന്ന കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജോഹാനാണെങ്കിൽ നമ്മുടെ നോർത്തിനെ ഹഗ് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോഴേ നമ്മുടെ ഹില്ലിന് മനസ്സിലാവുന്നുണ്ട് ജോഹാനെ വിളിച്ചാലും വരുന്നില്ല എന്ന്. അങ്ങനെ ഓക്കെ നീ വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന മറ്റ് മെമ്പേഴ്സിൻ്റെ അവിടെ അവർ ബാസ്ക്കറ്റ് ബോൾ കളിക്കുവാണ്. ഒരുപക്ഷേ സെലക്ഷൻ നടത്തുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അല്ലാണ്ട് മാച്ചായിട്ട് നടത്തുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് തോൺഫ ജോഹാൻ്റെ അടുത്ത് അല്ല നീ മിഡ് ടേമിൻ്റെ ടൈമിലല്ലേ ബോസ്റ്റണിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. ആ സമയം ആർത്തിടും കുറച്ച് ദിവസത്തേക്ക് അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയാണ്. ആ സമയം ജോഹാനാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. അതേസമയം നോർത്തിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് നീ നോർത്തിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് തോൺഫ ചോദിച്ചപ്പോൾ അവന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകും, നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ഇല്ല നീ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കൊണ്ടുപോകുമെന്ന് വെച്ചപ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആർത്തിഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹില്ല് നിന്നെ വിളിക്കുക അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് ആ ഇട്ടിരുന്ന ജേഴ്സി ഊരിയിട്ട് തിരിച്ച് ജോഹാനെ കൊടുക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ഇതിൽ മൊത്തം നിൻ്റെ വേർപ്പാണല്ലോ ഞാൻ എങ്ങനെ ഇടുമെന്ന് വെച്ചപ്പോൾ ആർത്തിഡ് അതൊന്നും കുഴപ്പമില്ല അങ്ങോട്ട് പോകാൻ പറയാണ്. അങ്ങനെ ജോഹാനാണെങ്കിൽ ആ ഒരു ജേഴ്സിയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം ആർത്തിഡ് നമ്മുടെ തോൺഫയുടെ അടുത്തും നോർത്തിൻ്റെ അടുത്തായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹില്ലും ജോഹാനും കൂടെ ആയിട്ട് മറ്റ് മെമ്പേഴ്സിൻ്റെ കൂടെ ബാസ്ക്കറ്റ് ബോൾ മാച്ച് നടത്തുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നോർത്തിനെ നാവോ കോൾ ചെയ്യാണ്. നാവോയിലാണെങ്കിൽ ആ ഒരു സെലക്ഷൻ്റെ ടൈമിന് ഇട്ടിട്ടാണല്ലോ നോർത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ നാവോയുടെ വണ്ടിയുടെ കീ ആണെങ്കിൽ നോർത്തിൻ്റെ കയ്യിലായിപ്പോയി. മഴ പെയ്ത സമയത്ത് നമ്മുടെ നാവോയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇപ്പോൾ നാവോ നനഞ്ഞിട്ട് അവൻ്റെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നാവോ ആണെങ്കിൽ നോർത്തിനെ കോൾ ചെയ്തിട്ട് എൻ്റെ വണ്ടിയുടെ കീ ആണെങ്കിൽ നിൻ്റെ കയ്യിലാണ് ഉള്ളത്, നീ ആണെങ്കിൽ ഞാൻ മഴയത്ത് നനയൂ, നീ ആ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലല്ലേ ഉള്ളത്, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ നിന്നെ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ നീയാണെങ്കിൽ നിൻ്റെ ആ വണ്ടി അവിടെ വെച്ചിട്ട് ടൈഗറിനെ കോൾ ചെയ്തിട്ട് അവൻ്റെ അവിടെ തിരിച്ചു പോകും, നിൻ്റെ വണ്ടി അവിടെ ഇരുന്നോളുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം നാവാണെങ്കിൽ ആരെങ്കിലും എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. നോർത്തപ്പോൾ അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയും. കോൾ കിട്ടിയുന്നുണ്ട്. കോൾ കിട്ടിയത് കഴിയുമ്പോൾ നമ്മുടെ തോൺഫയാണെങ്കിൽ നോർത്തിനോട് ജോഹാനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം എന്തെങ്ങനെയുണ്ടെന്ന് അവൻ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതല്ല അവനാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നു, അപ്പോൾ അവൻ നിൻ്റെ മുന്നിൽ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് അവൻ ടയേർഡായിട്ട് തന്നെയുള്ളത്, അവൻ ടയേർഡായിരിക്കുന്നുണ്ട് അധികം സംസാരിക്കാറില്ല, പക്ഷേ നിങ്ങളോടുള്ളപ്പോൾ അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ടെന്ന് പറയാണ്. ആ സമയം തോൺഫയാണെങ്കിൽ അത് പിന്നെ അവൻ അങ്ങനെ ഒരു സ്വഭാവം, അവൻ ഞങ്ങളുടെ മുന്നിലൊന്നും അവൻ്റെ ആ ഒരു ടയേർഡ് ഫേസ് ഒന്നും കാണിക്കാറില്ല. അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവൻ ടയേർഡാണെങ്കിൽ ഒത്തിരി സംസാരിക്കാറില്ല. എന്നാൽ നിൻ്റെ അടുത്ത് ആ ഒരു സ്വഭാവം അവൻ കാണിക്കുന്നുണ്ട്. അതായത് നിൻ്റെ അടുത്ത് അവൻ അവനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ചുമ്മാതല്ല എല്ലാവരും പറഞ്ഞത് നീയാണ് അവന് ബെസ്റ്റെന്ന്. ആ സമയം ഇത് കേട്ടിട്ട് നോർത്ത് ഞാൻ അവന് ബെസ്റ്റാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് തോൺഫയാണെങ്കിൽ അല്ലെങ്കിൽ നീ തന്നെ പറ, അവനാണെങ്കിൽ നിൻ്റെ അടുത്ത് ടെൻഷനായിട്ട് സംസാരിക്കാതേക്ക് ഇരിക്കുമ്പോൾ അവൻ നിന്നെ അവോയ്ഡ് ചെയ്യുവാണ്, സംസാരിക്കുന്നില്ല എന്നുള്ള തോന്നൽ നിനക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് ഇല്ല, കാരണം അവൻ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം തോൺഫ അത് തന്നെയാണ്, നിൻ്റെ മുന്നിൽ അവനാണെങ്കിൽ അവനായിട്ടിരിക്കാം, കാരണം നീ ഒരിക്കലും അവൻ നിന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള ചിന്തയും കൊണ്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് നീയാണ് അവന് ബെസ്റ്റെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്.
അതിനുശേഷം നാവോനെ കാണിക്കുമ്പോൾ ഇപ്പോഴും മഴ മാറാത്തതുകൊണ്ട് തന്നെ അവൻ ടൈഗറിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഞാനിവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ സൈഡിൽ നിൽക്കുവാണ്, മഴ പെയ്യുന്നുണ്ട്, എൻ്റെ കീ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിലായിപ്പോയി, മഴ മാറുമ്പോൾ നീ എന്നെ ഒന്ന് പിക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഗർ ഓക്കെ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജോഹാൻ വരാണ്. ജോഹാൻ വരുമ്പോഴത്തേക്കും ഹിൽ എവിടെയെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഹിൽ ഓൾറെഡി ടേറിനെ വിളിക്കാനായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തോൺഫയർ എടുത്ത് മാർത്തിനോട് നിങ്ങൾ പോവുകയാണെന്ന് വെച്ചപ്പോൾ അതെ മഴ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും പോയേക്കാന്ന് പറഞ്ഞിട്ട് തോൺഫയാണെങ്കിൽ ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. ആർത്തിഡിൻ്റെ അടുത്ത് നീ ഇപ്പോൾ പോവുകയാണെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അതേസമയം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹില്ലിൻ്റെ കൂടെ നോർത്തിനെ അങ്ങ് പറഞ്ഞു വിടേണ്ടതായിരുന്നു എന്ന് നമ്മുടെ ജോഹാൻ പറയുന്നുണ്ട്. ആ സമയം നോർത്ത് എന്തോ പറ്റി, നീ ഇന്ന് കാറിലല്ലേ ബൈക്കിലാണോ വന്നതെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആർത്തിഡിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് റെയിൻ കോട്ട് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ആർത്തിട്ട് റെയിൻ കോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ മഴയത്ത് നനയുമായിരുന്നു എന്ന് ചോദിച്ചിട്ട് ആർത്തിട്ട് എന്തായാലും ഞാൻ നനഞ്ഞാൽ പോകുന്നത്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം നോർത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നിൻ്റെ ബൈക്കിൽ പോകും, എനിക്ക് അത്ര എളുപ്പത്തിലൊന്നും പനിയൊന്നും പിടിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ അതൊന്നും വേണ്ട, അവൻ നമുക്ക് മഴ മാറിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് നോർത്തിൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ബോസ്റ്റണിൽ ഒരു വലിയ ബിസിനസ്സിൻ്റെ കാര്യമായിട്ടാണല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ജോഹാനാണെങ്കിൽ പ്രാങ്ക് നിന്നോട് പറഞ്ഞു എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് നാവോനെയാണ്. നാവോ ഇപ്പോഴും മഴ മാറാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ സമയം ടൈഗർ മഴയെ നനഞ്ഞുകൊണ്ട് വരുന്ന കാണുവാണ്. അവനങ്ങനെ വന്നിട്ട് നമ്മുടെ നാവോയുടെ അടുത്തേക്ക് വന്ന് മഴ നനയാതെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയം നാവോ മഴ മാറിയിട്ട് വരാനല്ലേ പറഞ്ഞത്, നോക്കിക്കേ ഇപ്പം നീയും എൻ്റെ കൂടെ പെട്ടുപോയില്ലേ, ഇനി മഴ മാറിയിട്ടല്ലേ നിനക്കും പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നാവാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് എന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയമെല്ലാം ടൈഗർ നാവിനെ തന്നെ നോക്കുന്നുണ്ട്. തന്നെ നോക്കുന്നുണ്ടിട്ട് നാവ് എന്താണെന്ന് വെച്ചപ്പോൾ ടൈഗർ ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ നാവ് ശ്രദ്ധിക്കാത്ത സമയത്ത് വീണ്ടും ടൈഗർ നാവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോർത്തിലെ ജോഹാനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോഹാൻ കുറേ നേരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നോർത്തിൻ്റെ മടിയിൽ കിടന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോഹാൻ എഴുന്നേൽക്കുവാണ്. എഴുന്നേൽക്കുമ്പോൾ നോർത്തിനോട് നീ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നോർത്ത് നീ ടയേർഡായിരുന്നില്ലേ, അതുകൊണ്ട് എങ്ങനെ എഴുന്നേൽപ്പിക്കാത്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മഴ മാറിയെന്ന് വെച്ചപ്പോൾ മാറി എന്ന് പറയുകയാണ്. അങ്ങനെ ജോഹാൻ എനിക്ക് ശരി നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് അവരോട് നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നോർത്തും ജോഹാനും കൂടെ ആയിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ്. വീട്ടിലെത്തുന്ന സമയത്താണെങ്കിൽ ജോഹാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നോർത്തിനോട് നീ ആദ്യമേ കുളിക്കാൻ പറഞ്ഞിട്ട് അവനെ ഇടാനായിട്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നോർത്ത് വേണ്ട നീ ആദ്യം പോകാനായിട്ട് പറയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ എന്ന് വെച്ചപ്പോൾ നോർത്ത് അത് വേണ്ട ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിലേക്ക് കയറുന്ന ടൈമിനാണ് ഞാൻ അവനെ കോൾ ചെയ്യുന്നത്. എന്നിട്ട് നീ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ജോഹാൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ വന്നെന്ന് പറയാണ്. നാവോ അപ്പോൾ എൻ്റെ വണ്ടിയുടെ താക്കോല് വാങ്ങാൻ ഞാൻ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ എന്തുവാടേ കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ നോർത്ത് സോറി ഞാൻ നിനക്ക് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അതിനും എൻ്റെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ലൊക്കേഷൻ അയച്ചു തരാൻ പറയുന്നുണ്ട്. നോർത്ത് അങ്ങനെ ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടൈഗറും നാവോയും കൂടെ ആയിട്ട് ജോഹാനെ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ സമയം നോർത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കിയപ്പോൾ നോർത്ത് ജോഹാൻ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്ന കണ്ടിട്ട് ഓഹോ അത്ര വരെ എത്തിയില്ലേ കാര്യങ്ങൾ, കുഴപ്പമില്ല ഞാൻ എന്തായാലും ഷിപ്പ് ചെയ്യുന്ന കപ്പിളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നീയാണെങ്കിൽ എൻ്റെ താക്കോലരാതെ ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ ഷിപ്പ് മുന്നോട്ട് പോയാൽ മാത്രം മതി, എനിക്ക് അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട നാവോ പറഞ്ഞിട്ട് താക്കോൽ വാങ്ങുവാണ്. അതേസമയം നാവോയുടെ കവളൊക്കെ ചുമന്നിരിക്കുന്ന കണ്ടിട്ട് നോർത്ത് അവനോട് നീ എന്താ ബ്ലഷ് അടിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആക്ച്വലി നമ്മുടെ നാവോയ്ക്കാണെങ്കിൽ പനി പിടിച്ചിട്ടുണ്ടായിരുന്നു മഴ നനഞ്ഞിട്ട്. ഇത് ചോദിച്ചപ്പോൾ തന്നെ കറക്റ്റ് നാവോ തുമ്മുവാണ്. അപ്പോൾ നമുക്ക് ടൈഗറിനും നോർത്തിനും മനസ്സിലാവുന്നുണ്ട് നാവോയ്ക്ക് പനിയും ജലദോഷവും വന്നിട്ടുണ്ടെന്ന്. നോർത്ത് അങ്ങനെ ടൈഗറിൻ്റെ അടുത്ത് നീ അവനെ നന്നായിട്ട് നോക്കിക്കോ, നിങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. നോർത്ത് അതുപോലെ തന്നെ നമ്മുടെ ടൈഗറിന് നാവിന് ഇഷ്ടമാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കളിയാക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ എപ്പോഴും പരസ്പരം നന്നായിട്ട് കെയർ ചെയ്യാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ടൈഗറിന് ഇവൻ പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് നാവോ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. പിന്നീട് നമ്മുടെ നോർത്താണെങ്കിൽ തിരിച്ച് വീടിനകത്ത് കയറി വരുമ്പോൾ ജോഹാൻ അവൻ്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോർത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ പ്രാങ്ക് തന്ന കുറച്ച് പേപ്പർ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇരുന്നിട്ട് നീ ഇനിവേ ബോസ്റ്റണിൽ പോയിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സ്ഥലം എങ്ങനെയാണ് കാണുന്നില്ല, കാണാൻ രസമുണ്ടോ, എനിക്കും പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് പൈസയൊക്കെ റെഡിയാക്കാനുണ്ട്, പിന്നെ ഞാനാണെങ്കിൽ ഇവിടം വിട്ട് ഒരിടത്തേക്കും പുറത്ത് പോയിട്ടില്ല എന്ന് പറയാണ്. ആ സമയം സെമസ്റ്റർ ബ്രേക്ക് ആകുമ്പോൾ നിനക്ക് എവിടെയാണോ പോകണമെന്നുള്ളത് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് ജോഹാൻ. ആ സമയം ഓർത്ത് സീരിയസ് ആയിട്ടാണോ താങ്ക് യു എന്ന് പറയാണ്. ആ സമയം ജോഹാൻ ഞാൻ എന്ത് ചെയ്തെന്നാലും നീ താങ്ക് യു പറയുമെന്ന് ചോദിച്ചപ്പോൾ നോർത്താണെങ്കിൽ പറയും എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ്
സ്ട്രിക്റ്റാണ്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അതിപ്പോൾ നമ്മളെക്കാളും മുതിർന്ന ഒരാളല്ലെങ്കിൽ പോലും താങ്ക് യു പറയണമെന്ന്. അക്കാര്യത്തിൽ എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഓർത്ത് കണ്ടിട്ടുണ്ടെന്നോ, എൻ്റെ അമ്മ എന്നോട് സ്ട്രിക്റ്റാവുന്ന നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ജോഹാൻ നോർത്തിനോട് മുമ്പേ ക്രഷുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഒരു എപ്പിസോഡിൽ. അപ്പോൾ അതാണെങ്കിൽ ഹൈസ്കൂൾ തൊട്ടേ തുടങ്ങിയതാണ്. സ്കൂൾ ടൈമിൽ നമ്മുടെ നോർത്തിന് ജോഹാൻ അറിയാം. എന്നാൽ അക്കാര്യം നമ്മുടെ നോർത്തിന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ജോഹാനാണെങ്കിൽ തന്നെ അപ്പത്തോടെ ശ്രദ്ധിക്കുന്ന കാര്യം നോർത്തിന് അറിയത്തുമില്ല. ഒരു ദിവസം നോർത്താണെങ്കിൽ സ്കൂൾ വിട്ടതെന്തോ വന്നിട്ട് നേരെ ഗെയിം സെൻറ്ററിൽ പോയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന എല്ലാ പിള്ളേരുടെയും മുന്നിൽ വെച്ചിട്ട് ഇവൻ്റെ ചെവിയിലും പിടിച്ച് വലിച്ച് ഇവനെയും കൊണ്ട് വന്ന് നിന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഗെയിം കളിക്കുവാണ്ടില്ലേട്ടാന്ന് പറഞ്ഞിട്ട് ഇവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോഹാൻ. അതേ സ്ഥലത്തുണ്ടായിരുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോർത്തപ്പോൾ എൻ്റെ പൊന്നമ്മയല്ലേ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കും, അപ്പോൾ അമ്മേരെ മൂഡ് ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അമ്മേനെ സോപ്പിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജോഹാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോഹാൻ പറഞ്ഞത് നിൻ്റെ അമ്മ സ്ട്രിക്റ്റ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ ജോഹാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് നോർത്താണെങ്കിൽ അല്ല നീ എന്തേ ആലോചിക്കുന്നത്, നീ പറഞ്ഞില്ലേ എൻ്റെ അമ്മ സ്ട്രിക്റ്റാവുന്ന കണ്ടിട്ടുണ്ട്, നീ എങ്ങനെ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജോഹാനാണെങ്കിൽ മുമ്പേ അറിയാനുള്ള കാര്യം എന്നൊന്നും തുറന്നു പറയുന്നില്ല. അവനാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാണ്. ആ സമയം നോർത്താണെങ്കിൽ എന്തോ ഉണ്ട് പറ പറ പറ. അതുപോലെ തന്നെ നീ പറഞ്ഞില്ലേ നിനക്കെന്നോട് നേരത്തെ ക്രഷ് ഉണ്ടെന്ന്, അപ്പോൾ അതെപ്പോൾ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, എപ്പോൾ തുടങ്ങിയതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുമ്പോൾ ജോഹാൻ നിനക്ക് അറിയണമെന്ന് വെച്ചപ്പോൾ നോർത്ത് എനിക്കറിയണം പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ പറഞ്ഞു തരൂല എന്ന് പറയാണ്. ആ സമയം നോർത്ത് പിണങ്ങിയിരിക്കുമ്പോൾ ഇരുന്നിട്ട് ജോഹാൻ്റെ തോളിലേക്ക് ചാരിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ജോഹാനോട് ഇനിയിപ്പോൾ കോളേജിലാണെങ്കിൽ സ്പോർട്സ് ഡേ വരെയല്ലേ, എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എന്തിനെന്ന് ചോദിച്ചപ്പോൾ അന്ന് ക്ലാസ് ഉണ്ടാവില്ലല്ലോ, എനിക്കൊന്നും പഠിക്കണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് ഈവനിങ് കോളേജിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാൻഡും സംഭവങ്ങളും പെർഫോമൻസ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ബാൻഡ് ഗ്രൂപ്പ് വന്ന് പെർഫോം ചെയ്യുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ടേറും ടൈഫൂണും ഫോമും വന്ന് നിൽക്കുന്നുണ്ട്. അവർ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഫോം ഏതൊക്കെയോ പെമ്പിളരെടുത്ത് സംസാരിക്കാനായിട്ട് അവരോടും ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രോഗ്രാം കാണാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ അതിൻ്റെ പുറകിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹില്ല് അവിടെ നിൽക്കുന്നുണ്ട്. ഹില്ല് ടേറിനെയും കാണുന്നുണ്ട്, ടേർ ഹില്ലിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ടൈഫൂണാണെങ്കിൽ എൻ്റെ ക്യാമറ എടുക്കേണ്ടായിരുന്നു, എനിക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ പക്ഷേ നീ ആകാശത്തിൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ തന്നെ ഈ ലൈറ്റും ഈ രാത്രി സമയത്തും ഒക്കെ ഈ ആകാശത്തിൻ്റെ ഫോട്ടോ എടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ പെയ്യാൻ പോകുന്നതല്ല നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടൈഫൂണാണെങ്കിൽ എല്ലാ വർഷവും ഈ സമയത്ത് മഴ പെയ്യാറുള്ളതല്ലേ, അപ്പം മേ ബി മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഹില്ലങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹില്ലിനും ടേറിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് ടൈഫൂണാണെങ്കിൽ ഞാൻ ഫോമിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം ഹില്ലും ടേറും കൂടെ ആയിട്ട് അവിടെ പ്രോഗ്രാം കാണാൻ കണക്കിന് ഒരിടത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഹില്ലിന് അറിയാനുള്ള കുറേ പയ്യന്മാരും പെൺകുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടേറിനെയും കൊണ്ട് അവിടെ ചെന്നിരിക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ ഒരു ഒഫീഷ്യൽ ആയോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് ദേ ഹില്ലിൻ്റെ ബോയ് ഫ്രണ്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ ടേർ ഹില്ലിനോട് വീണ്ടും ചോദിക്കുന്നത് മഴ പെയ്യാൻ പോകുകയാണോ എന്ന്. ആ സമയം ഹില്ല് മേ ബി പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ആ സമയം തന്നെ കറക്റ്റ് മഴ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടേർ ഹില്ലിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ടേർ ഫോണിൽ നോക്കി ഒരു സ്നാക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹില്ലാണെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് നമ്മുടെ ടേറിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ടേർ അവൻ കഴിച്ചുകൊണ്ടിരുന്ന സ്നാക്ക് നമ്മുടെ ഹില്ലിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മഴ മാറുവാണ്. ടേറങ്ങനെ ജനലിൽ കൂടെ ആയിട്ട് ആകാശത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹില്ല് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹില്ല് നിനക്ക് എന്നും അത് കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേർ നീ എന്താ ഉദ്ദേശിക്കുന്നത്, നിൻ്റെ അവിടെ താമസിക്കുന്ന കാര്യമാണെന്ന് വെച്ചപ്പോൾ അതെ നീ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ടേറപ്പോൾ അതൊന്നും പറ്റത്തില്ല, ഇതൊക്കെ നല്ല ഹൈ ക്ലാസ് സ്ഥലമല്ലേ, പൈസയൊന്നും അടയ്ക്കാൻ മാത്രം അത്രയ്ക്ക് പൈസ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പൈസയൊന്നും തരണ്ട, നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നിന്നെ നോക്കേണ്ട ചുമതല എൻ്റെതല്ലേ, നീ എൻ്റെ കൂടെ ഇവിടെ വെറുതെ എന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ നോർത്ത് ഒറ്റയ്ക്കാവും എന്ന് പറഞ്ഞപ്പോൾ ഹില്ല് അവൻ ഒറ്റയ്ക്കാവും തോന്നില്ല, അവൻ മിക്കവാറും താമസിക്കാനായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോഹാൻ്റെ വീടാണ്. ആ സമയം ടേറിനത് മനസ്സിലാവുന്നില്ല. ടേർ അപ്പോൾ അവൻ എങ്ങോട്ട് മാറുന്നെന്ന്, അവൻ മാറുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതേസമയം ഹില്ലാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ടേറിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ടേർ അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഹില്ലിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹില്ലുടനെ തന്നെ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ്. ക്യാപ്ഷനായിട്ട് ഞാനാണെങ്കിൽ ക്യാമറ നോക്കിയല്ല ചിരിച്ചത്, ഫോട്ടോ എടുത്ത ആളെ നോക്കിയാണ് ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ടേർ പാത്തിട്ട് കണ്ടിട്ട് നീ എന്തൊക്കെ ക്യാപ്ഷൻ ഇടുന്നേ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ നമ്മൾ ടേറിനെ ഹഗ് ചെയ്തിട്ട് അവനെ കിസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ടേറാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹില്ല് ആദ്യം ഉറക്കം എഴുന്നേറ്റ് വരുന്നതാണ്.
ആ സമയം അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ടേറിൻ്റെ ഫോട്ടോസൊക്കെ ഒരു ആൽബം ബുക്കായിരുന്നു. ആ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹില്ല് സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരു ദിവസം ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ക്ലാസ്സിൽ അവന് മാത്രമാണ് ഫുള്ള് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ടീച്ചർ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് കാണാൻ പറയുന്നുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ ഇത്രയും പാടുള്ളൊരു ടെസ്റ്റിൽ നീ ഫുൾ മാർക്ക് വാങ്ങിച്ചു, അങ്ങനെ തന്നെ പഠിക്കണം, പക്ഷേ നിൻ്റെ വീട്ടുകാർ നിന്നെ ഒത്തിരി പ്രഷർ ചെയ്യുന്നുണ്ടാവുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതിന് മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് വീട്ടിൽ വരുന്ന ടൈമിന് അവൻ്റെ മുത്തശ്ശനാണെങ്കിൽ അവൻ്റെ അടുത്ത് പഠിക്ക് നീ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം തന്നെ പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ലിനോട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ മുത്തശ്ശനും അവൻ്റെ അച്ഛനും തമ്മിൽ നടിയാവുന്നുണ്ട്. ആ സമയം ഹില്ല് മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് അടിയുണ്ടാക്കുന്നത് നിർത്തുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ലിൻ്റെ അച്ഛനാണെങ്കിൽ നീ അങ്ങനെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട, ഞാൻ അനുഭവിച്ച പ്രഷർ നീ അനുഭവിക്കേണ്ട, നീ നിൻ്റെ ലൈഫ് എൻജോയ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുത്തശ്ശനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹില്ലാണെങ്കിൽ ട്യൂഷൻ എന്തോ പോകുന്നതാണ്. അങ്ങനെ അവൻ അവിടെ എത്തുമ്പോൾ അവൻ മാസ്ക് വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന മറ്റു പിള്ളേരാരും ഇവൻ മാസ്ക് വെച്ചേക്കുന്ന കണ്ടിട്ട് ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ പറ്റാതെ അവൻ തിരിച്ചു പോവാണ്. അങ്ങനെ അവൻ നൈറ്റ് ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന ടൈമിൽ അവൻ ടേറിൻ്റെ കഫേയുടെ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുകയാണ്. എന്ന് നൈറ്റ് ആയതുകൊണ്ട് തന്നെ കഫേ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയം ടേറിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നത് ഹില്ല് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ടേറിൻ്റെ അമ്മ പാരൻസ് വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജസ്റ്റ് തലയാട്ടുവാണ്. അങ്ങനെ നീ എങ്കിൽ അകത്തേക്ക് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് കഫേയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു മെനു കാർഡ് എടുത്ത് കാണിച്ചിട്ട് നീ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ, എന്താണെങ്കിലും കുഴപ്പമില്ല, നീ ഓർഡർ ചെയ്തോളാൻ പറയാണ്. അങ്ങനെ അവൻ കോക്കനട്ട് കേക്കാണ് ഓർഡർ ചെയ്യുന്നത്. ആ സമയം ടേറിൻ്റെ അമ്മയാണെങ്കിൽ അതുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേളിലത്തെ നിലയുണ്ടായിരുന്നു ടേറിനെ വിളിച്ചിട്ട് കോക്കനട്ട് കേക്ക് ബാക്കിയുണ്ടോ എന്ന് നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ ടേർ നോക്കിയിട്ട് ഒരെണ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അത് ടേർ കൊണ്ടുവന്നിട്ട് ഹില്ലിന് കൊടുക്കുകയാണ്. ആ സമയം നമ്മുടെ ടേറിൻ്റെ അമ്മ ഞാൻ കഫേ ക്ലീൻ ചെയ്യാനായിട്ട് പോവുക, ഒരു കാര്യം ചെയ്യും, നീ അവൻ്റെ കൂടെ ഇരുന്നു, അവനാണെങ്കിൽ നിൻ്റെ ഏജിലുള്ള പയ്യനാണെന്നാണ് തോന്നുന്നത്, അവനാണെങ്കിൽ അവൻ്റെ പാരൻസിനെ വെയിറ്റ് ചെയ്തിരിക്കുക, അതുകൊണ്ട് അവൻ കഴിച്ച് തീരുന്നേരം അവൻ്റെ അടുത്തിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടേർ ഹില്ലിൻ്റെ അടുത്തിരുന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹില്ല് അധികം ഒന്നും സംസാരിക്കുന്നില്ല. അവനിപ്പോഴും മാസ്ക് വെച്ചിട്ടുണ്ട്. ആ കൊണ്ടുവച്ച കോക്കനട്ട് കേക്കും അവൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ആ സമയം ടേറാണെങ്കിൽ എന്താ പേരെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ മറുപടി എടുക്കുന്നില്ല. അങ്ങനെ ടേറാണെങ്കിൽ എൻ്റെ പേര് ഈസ്റ്റർ, എന്നെ ടേറെന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവൻ മറുപടി കൊടുക്കുന്നില്ല. ആ സമയം ടേർ എന്തൊട്ടും സംസാരിക്കാത്ത, നിനക്ക് തൊണ്ടവേനയാണെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ ആ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയും ടേർ സംസാരിക്കുന്നത് നിർത്തുമെന്ന് വിചാരിച്ചപ്പോൾ ടേർ ഇങ്ങനെ ഒരു പേനയും പേപ്പർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഒരു പേനയും പേപ്പർ എടുത്തുകൊണ്ടെന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചപ്പോൾ അവൻ്റെ സ്കൂളിൻ്റെ പേരെഴുതി കൊടുക്കുന്നുണ്ട്. ആ സമയം ടേർ എൻ്റെ മുന്നേ അതൊരു വലിയ സ്കൂളാണല്ലോ, അപ്പോൾ ആ സ്കൂളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ കാണുമല്ലേ, ഓ നീയൊക്കെ ഭയങ്കര ലക്കിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹില്ലിൻ്റെ അടുത്ത് അല്ല ഇപ്പം എന്താ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ രാത്രി ടൈമിൽ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് അടുത്ത് ഹില്ല് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കോക്കനട്ട് കേക്ക് എന്താ ഓർഡർ ചെയ്തത്, ഇതിൻ്റെ ഫേവറേറ്റ് ആണെന്ന് ചോദിക്കുകയാണ് ടേർ അടുത്ത്. ആ സമയം ഹില്ലാണെങ്കിൽ അല്ല റെക്കമെൻഡേഷനിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ കാര്യം ചെയ്യാം, എൻ്റെ കൊക്കോ ഡ്രിങ്കും കൂടെ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം, ഞാൻ അത് ഉണ്ടാക്കി പഠിക്കുന്നേ ഉള്ളൂ, എൻ്റെ അമ്മ ഒരു കസ്റ്റമേഴ്സിനും കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് നീ ആയിരിക്കും ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ല് വേണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഇവൻ പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. കുടിച്ച് നോക്കുമ്പോൾ ഹില്ലാണെങ്കിൽ എങ്ങനെ ഇത് കുടിച്ച് തീർക്കും എന്നുള്ള ടെൻഷനിലിരിക്കുകയാണ്. ടേറപ്പോൾ പറയുന്നുണ്ട് അത് അത്ര കൊള്ളത്തില്ലല്ലേ, ഞാൻ ഇനി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹില്ല് വീണ്ടും പേപ്പറിൽ കുഴപ്പമില്ല കുറച്ച് പാല് കൂടി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി, കൊള്ളാമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ അത് ഓർത്ത് വെച്ചിട്ട് ഓക്കെ ഇനി ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാണ്. ആ സമയമാണ് ടേറിൻ്റെ അമ്മ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ മുകളിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഹില്ലിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതും ഹില്ലാണെങ്കിൽ അവൻ്റെ മാസ്ക് മാറ്റിയിട്ട് ആ കോക്കനട്ട് കേക്ക് കഴിക്കുകയാണ്. അത് അവൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവൻ മൊത്തം കഴിക്കുന്നുണ്ട്. നേരത്തെ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ പോലും അവനാണെങ്കിൽ അവൻ്റെ മാസ്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം ടേർ കണ്ടതുകൊണ്ടായിരുന്നില്ല. ആ സമയമാണ് ഹില്ലിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവനങ്ങനെ അകത്തിരിക്കുന്ന കണ്ടിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ അവൻ്റെ അമ്മയോട് ആ അമ്മ ഇങ്ങോട്ട് വന്നോ എന്ന് വെച്ചപ്പോഴത്തേക്കും ആ അതെ ഇന്നെൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നാൽ വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ടേറിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ബായ് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ടേറിൻ്റെ അമ്മ ഗേറ്റിൻ്റെ അതുവരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടി കയറുന്ന ടൈമിന് ടേറിൻ്റെ അമ്മ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലിൻ്റെ അമ്മ അവൻ്റെ പേര് ഹില്ലാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. ഇറങ്ങുന്ന ടൈമിന് നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിനെ നോക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അവനവനെ കണ്ടില്ല. അങ്ങനെ ഒരു കാറിൽ പോകുന്ന ടൈമിന് ഹില്ലാണെങ്കിൽ ആ വീട്ടിലും എൻ്റെ ഏജിലുള്ളൊരു പയ്യനുണ്ട്, അവനാണെങ്കിൽ ഒത്തിരി ചിരിക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി സംസാരിക്കുന്നൊരു പയ്യനായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ ടേറിനെ കുറിച്ച് പറയുന്ന ടൈമിന് ഇത്രയും നേരം മൂഡ് ഓഫ് ആയിട്ടിരുന്ന ഹില്ല് ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ കുറേ നാളായി നീ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹില്ല് അങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ അതെ നീ ഇങ്ങനെ ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നീ ആ പയ്യനുമായിട്ട് ഫ്രണ്ട് ആവുന്നത് നല്ലതായിരിക്കും, കാരണം അവൻ കൂടെ ഉണ്ടെങ്കിൽ നീ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നീ ഇനി ട്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നീ ഈ കഫേയിലേക്ക് വന്നിരിക്കുക, ഞാൻ ഡ്രൈവറിനോട് നീ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞേക്കാന്നും പറയുന്നുണ്ട്. അടുത്ത ടേറിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അമ്മ അവൻ പോയി എന്ന് പറയാണ്, അവൻ്റെ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ അവൻ ഇനി വരുമെന്ന് അറിയത്തില്ലല്ലോ, അവൻ്റെ പേരും ചോദിക്കാൻ പറ്റില്ല
എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ പക്ഷേ അവൻ്റെ പേര് ചോദിച്ചു, അവൻ്റെ പേര് ഇങ്ങനെ ന്യൂ എന്ന് എന്താണ് കേട്ടേന്ന് പറയുന്നുണ്ട്. ഹില്ലെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞെങ്കിലും പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ടേറിൻ്റെ അമ്മ അത് ന്യൂ എന്നാണ് കേട്ടത്. ടേർ ന്യൂ അതാണ് പേര് എന്നിങ്ങനെ വിശ്വസിച്ചങ്ങ് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസവും ഹില്ല് വരുന്നുണ്ട്. എന്നാൽ വീണ്ടും മാസ്ക് വെച്ചാണ് വരുന്നത്. നമ്മുടെ ടേറിന് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ടേർ അവന് അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് ന്യൂ എന്നാണെന്ന് കരുതിയിട്ട് ന്യൂ അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഹില്ലാണെങ്കിൽ അത് തിരുത്താനും നിൽക്കുന്നില്ല. അങ്ങനെ ചെന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹില്ലിനടുത്ത് വീണ്ടും അവനാണെങ്കിൽ പേപ്പറിൽ എഴുതി സംസാരിക്കുകയാണ്. ആ സമയം ടേർ നിനക്കെതിരായിട്ട് തൊണ്ട ശരിയായില്ലേന്ന് വെച്ചപ്പോൾ ശരിയായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ പിന്നെന്താ നീ സംസാരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും അവരെന്നെ ഉപയോഗിച്ച് അഡ്വാൻറ്റേജ് എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടേർ ഓക്കെ എന്ന് പറയാണ്. എന്നിട്ട് ടേറാണെങ്കിൽ എൻ്റെ കൊക്കോ ഡ്രിങ്ക് വേണമെന്ന് വയ്ക്കുന്നുണ്ട്. അന്ന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഹില്ലാണെങ്കിൽ വേണമെന്ന് പറയാണ്. അങ്ങനെ ടേർ ഓക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയമെല്ലാം നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിനെ നോക്കുന്നുണ്ട്. അവൻ്റെ കൂടെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഹില്ല് ഒരു ഹാപ്പി ആവുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം ഹില്ലും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് കഫേയിലേക്ക് വരുന്നതാണ്. എന്നിട്ട് അവർക്ക് അർജൻറ്റായിട്ട് കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ടേറിനെ കണ്ടിട്ട് ഒന്ന് ബായൊക്കെ പറയാനായിട്ടാണ് ഹില്ലിപ്പോൾ വന്നത്. ടവർ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടവറിൻ്റെ അമ്മയോ സ്കൂളിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല, ഇപ്പം തന്നെ എയർപോർട്ടിൽ എത്തണം, അവനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഹില്ലും അവൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ടേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം ടേറിൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്. ടേറാണെങ്കിൽ ഹില്ലിങ്ങനെ പോയതുകൊണ്ട് തന്നെ അവന് ചെറിയ സങ്കടമാവുന്നുണ്ട്. കാരണം ഇനി കുറച്ച് കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് കൂടെ പറഞ്ഞിട്ടാണ് അവർ പോയത്. നമ്മൾ നേരത്തെ കണ്ട ഫ്ലാഷ് ബാക്കിലെല്ലാം നമ്മുടെ ഹില്ലാണെങ്കിൽ ടേർ പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചത്. എന്നാൽ ആ സംഭവം നടന്നത് ഹില്ല് ഇപ്പോൾ ഈ സിംഗപ്പൂരിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്. അതിനു മുമ്പ് വരെ ഹില്ലിൻ്റെ മുഖം അവൻ കണ്ടിട്ടില്ല, ന്യൂ എന്നുള്ള പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇനി അവൻ്റെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹില്ലിൻ്റെ മുഖവും കാണും, ഹില്ലാണെന്നുള്ള രീതി പരിചയപ്പെടുകയും ചെയ്യും. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹില്ലാണെങ്കിൽ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കായിരുന്നു. ആ സമയമാണ് ടേർ ഉറക്കം എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹില്ലാണെങ്കിൽ ആ ബുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ടേറിനെ ഹഗ് ചെയ്തിട്ട് നിന്നെ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേറാണെങ്കിൽ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചിട്ട് സോഫയിലേക്ക് ചെന്നിരുന്നിട്ട് നമ്മുടെ ഹില്ല് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ബുക്ക് ഞാൻ എടുത്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അതെടുത്ത് വെച്ച് നോക്കുകയാണ്. നോക്കിയപ്പോൾ അതിൻ്റെ നമ്മുടെ ടേറിൻ്റെ ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോട്ടോസ് കാണുമ്പോൾ നമ്മുടെ ടേറിന് ഡൗട്ട് വരാണ്, ഈ ഫോട്ടോസ് എങ്ങനെ ഇവൻ്റെ കയ്യിൽ വന്നു, ഇനി ഇവനാണോ ന്യൂ എന്നിങ്ങനെ ആലോചിച്ചിട്ട് നീയാണോ ന്യൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ല് അതേന്ന് പറയാണ്. ആ സമയം ടേർ ശരിക്കും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് ബൈ.